നടുവിന് നല്ല പെയിനാണ്. പെയിൻ കൂടുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡോ ഇറിറ്റേറ്റഡോ എൻ്റെ ചുറ്റുള്ളവരുടെ സന്തോഷത്തെ കൂടി ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ കൊളീഗിൻ്റെ അപ്പ ഡോക്ടർ അശ്വിൻ ശങ്കർ IREC ബാക്ക് പെയിൻ ക്ലിനിക്കിനെ പറ്റി എന്നോട് പറയുന്നത്. നടുവേദനയുമായി സ്ഥിരമായി വരുന്നത് പ്രധാനമായും IT പ്രൊഫഷണൽസ്, പിന്നെ വീട്ടമ്മമാർ. കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക, അതുപോലെ അലക്ഷ്യമായി ഭാരം കൈകാര്യം ചെയ്യുക, ഇതെല്ലാം തന്നെ ഈ കാറ്റഗറിയിലുള്ള എല്ലാവർക്കും നടുവേദനയ്ക്ക് കാരണമായി മാറുന്നുണ്ട്. നടുവേദന ഇപ്പം എൻ്റെ ചിന്തയിൽ പോലും ഇല്ല. സത്യത്തിൽ എൻ്റെ സന്തോഷം കൂടിയാണ് ഇവർ തിരിച്ചു തന്നത്. കൊച്ചിൻ കാർണിവൽ ആഘോഷങ്ങൾക്ക് തുടക്കമായി. 42ാമത് കൊച്ചിൻ കാർണിവൽ ആഘോഷങ്ങൾക്ക് തീരദേശ കൊച്ചിയിൽ തുടക്കം കുറിച്ചു. രാജ്യത്തിനായി വീരമൃത്യു വരിച്ച ജവാന്മാരെ അനുസ്മരിച്ച് ഞായറാഴ്ച ആഘോഷത്തിന് തുടക്കമായി. ഇനിയുള്ള ദിനങ്ങളിൽ വിവിധ കലാകായിക സാംസ്കാരിക പരിപാടികൾ നടക്കും. 31-ന് പപ്പയെ കത്തിക്കൽ, പുതുവത്സര റാലി എന്നിവയോടെ ആഘോഷം സമാപിക്കും. പുതുവത്സരാഘോഷമായ പ്രാദേശികാഘോഷം വിനോദസഞ്ചാര മേഖലയിൽ കൊച്ചി അന്തർദേശീയ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റിക്കഴിഞ്ഞു. ജനകീയ കൂട്ടായ്മയിൽ പ്രാരംഭം കുറിച്ച കൊച്ചിൻ കാർണിവൽ ഇന്ന് സാമൂഹിക ജനകീയോത്സവമായി ശ്രദ്ധേയമായി കഴിഞ്ഞു. നാട്ടുകാർക്കൊപ്പം നൂറുകണക്കിന് വിദേശികളും ആയിരക്കണക്കിന് സ്വദേശി അതിഥി സഞ്ചാരികളും പുതുവത്സരാഘോഷത്തിൽ പങ്കാളികളാവുന്നതോടെയാണ് കാർണിവലിനെ ശ്രദ്ധേയമാക്കിയത്. 1981-ൽ കൊച്ചി കടപ്പുറം കേന്ദ്രീകരിച്ച് തുടങ്ങിയ ബീച്ച് ഫെസ്റ്റിവലിലാണ് 1982-ൽ കൊച്ചിൻ കാർണിവൽ എന്ന പേരിൽ തുടക്കമിട്ടത്. പ്രാദേശിക ക്ലബ്ബുകളുടെ കൂട്ടായ്മയിൽ തുടങ്ങിയ കാർണിവൽ ആഘോഷം ആഴ്ചകളോളം നീണ്ടു നിൽക്കും. രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ധീരയോദ്ധാക്കളെ അനുസ്മരിച്ചും മറയുന്ന കായിക വിനോദങ്ങളും ജലകായിക ഇനങ്ങളും പുതുവത്സര പുലരിയിലെ പപ്പയെ കത്തിക്കലും പുതുവത്സര റാലിയുമെല്ലാം ജനകീയ ആകർഷകമെങ്കിലും അതിനോട് ചേർന്നുള്ള മറ്റ് കലാ സാംസ്കാരിക പരിപാടികൾ കൊച്ചിൻ കാർണിവലിനെ വേറിട്ടതാക്കി മാറ്റുന്നു. ഞായറാഴ്ച രാവിലെ ഫോർട്ട് കൊച്ചിയിലെ യുദ്ധസ്മാരകത്തിൽ നാവികസൈനികർ, വിമുക്തഭടന്മാർ, പൗരപ്രമുഖർ എന്നിവർ പുഷ്പചക്രമർപ്പിച്ച് വീരയോദ്ധാക്കളെ അനുസ്മരിച്ചു. ഫോർട്ട് കൊച്ചി സെന്റ് ഫ്രാൻസിസ് പള്ളി അങ്കണത്തിലെ യുദ്ധസ്മാരകത്തിലാണ് പുഷ്പചക്ര സമർപ്പണം നടന്നത്. War is no true gain, and your solution to the world's most pressing challenges can be achieved only through collective dialogue and thoughtful consultation. It is equally evident that origins of war lie within the minds of human beings. It is important to attain peace within ourselves as well as with the people outside us, be it the other strangers, society or the country. For it to develop, we need to understand what peace is, what it stands for, and how to attain peace. So, Cochin Carnival is one of the platforms and one of the initiatives which can bring people together, understand the importance of society, understand the importance of understanding each other, being together and opening our minds to യുദ്ധസ്മാരകത്തിൽ ഇന്ത്യൻ നേവിക്ക് വേണ്ടി INS ദ്രോണാചാര്യ കമാൻഡിംഗ് ഓഫീസർ കോമഡോർ മാനവ് സെഗാൾ, ഫോർട്ട് കൊച്ചി സബ് കളക്ടർ ഗ്രന്ഥസായി കൃഷ്ണ, ജനറൽ കൺവീനർ H. ഹിദായത്ത്, എക്സ് സർവീസ്മെൻ സംഘടനയ്ക്ക് വേണ്ടി KK ശിവൻ, മദ്രാസ് റെജിമെന്റിന് വേണ്ടി AP രവീന്ദ്രൻ എന്നിവർ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. Who are in public life, for those who are in organizations, for committees, government, to work for the society. But at the same time, I think it is not only for the leaders and the heroes to do something for everyone, each one of us. സൈനിക ബഹുമതികൾക്ക് ശേഷം പള്ളിയിലെ ഗായക സംഘം സമാധാന സന്ദേശഗാനം ആലപിച്ചു. തുടർന്ന് വിമുക്തഭടന്മാരുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ പ്രതിജ്ഞയെടുത്തു. കൊച്ചി തഹസിൽദാർ CA ഷനോജ് കുമാർ, നിയുക്ത കൗൺസിലർമാരായ ഷെനി മാത്യു, പ്രിയ പ്രശാന്ത്, മുൻ കൗൺസിലർ ശിവലാൽ, ജൂഡ് ഗോഡ്വിൻ റോസൻ, കാർണിവൽ ഉപദേശക സമിതി അംഗങ്ങളായ KJ സോഹൻ, PJ ജോസി, M. സോമൻ മേനോൻ, സ്റ്റീഫൻ റോബർട്ട്, സെന്റ് ഫ്രാൻസിസ് പള്ളി വികാരി ഫാദർ കുര്യൻ പീറ്റർ, ഗായക സംഘം, NCC കേഡറ്റുകൾ, നാട്ടുകാർ, കാർണിവൽ ക്ലബ് അംഗങ്ങൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. 2026 സ്വാഗതമേകി ജനുവരി 1 സാംസ്കാരിക സന്ദേശവുമായി കാർണിവൽ റാലിയും തുടർന്ന് സമ്മാനദാനവും നടക്കുന്നതോടെ ആഘോഷം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.